വെൽക്കം ടു എഡ്ഫിൽ ലേണിംഗ്. PSC സിലബസിലെ സാഹിത്യപരത്തിലെ ചെറുകഥ എന്ന ടോപ്പിക്കാണ് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത്. മലയാളത്തിലെ പ്രധാനപ്പെട്ട ചെറുകഥാ കൃത്തുക്കളും മലയാള ചെറുകഥകളുമാണ് ഈ ഒരു ക്ലാസ്സിൽ പരിചയപ്പെടുന്നത്. ചെറുകഥ എന്ന സാഹിത്യ രൂപത്തിന്റെ സ്വഭാവം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഏതെങ്കിലും ഒരു ജീവിത സന്ദർഭത്തെ കുറിച്ചാണ് എഴുതുന്നത്. അപ്പൊ കഥയായിരിക്കും, അതായത് നോവലിന്റെ അത്രയും വലുപ്പം ഉണ്ടാവില്ല, കുറച്ച് ചെറുതായിരിക്കും. അതുകൊണ്ടാണ് ചെറുകഥ എന്ന് പറയുന്നത്. ഏതെങ്കിലും ഒരു പ്രത്യേക ജീവിത സന്ദർഭത്തെ അതിനെക്കുറിച്ച് മാത്രം എഴുതുന്ന ഒന്നാണ് ചെറുകഥ എന്ന് പറയുന്നത്. മലയാളത്തിൽ ഉണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട ചെറുകഥകൾ ഏതൊക്കെയാണ്, അതിന്റെ കർത്താക്കൾ ആരൊക്കെയാണ് എന്നുള്ളത് നോക്കുന്നതോടുകൂടി ഈ ഒരു ചെറുകഥ എന്ന് പറയുന്ന ഭാഗം കഴിയും. വലിയ ബുദ്ധിമുട്ടുള്ള ഒരു ഏരിയ ഒന്നും അല്ല. പഠിക്കാൻ കുറച്ചുണ്ടാവും. ഒട്ടും സാഹിത്യം പരിചയമില്ലാത്ത ആളുകൾ, സാഹിത്യം വായിക്കാത്ത ആളുകളാണെങ്കിൽ ഈ പറയുന്ന പല പേരുകളും അവർക്ക് അപരിചിതമായിരിക്കും. അതല്ല, അത്യാവശ്യത്തിന് വായനയൊക്കെയുള്ള ആളുകളാണെങ്കിൽ ഇതിലെ പല പേരുകളും ഓൾറെഡി പരിചയമുള്ളതായിരിക്കും. അപ്പൊ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് അല്ലെങ്കിൽ ആരൊക്കെയാണ് മലയാളത്തിലെ പ്രധാനപ്പെട്ട ചെറുകഥാകൃത്തുക്കളും അവരുടെ എഴുത്തുകൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. അപ്പൊ ആദ്യത്തെ ചെറുകഥയിൽ നിന്ന് തുടങ്ങാം. അപ്പൊ ആദ്യത്തെ ചെറുകഥയായി ഞാൻ ഇവിടെ ചേർത്തിട്ടുള്ളത് വാസനാവികൃതിയാണ്, വേങ്ങിൽ കുഞ്ഞിരാമൻ നായനാരുടെ. ഇതിനു മുമ്പ് ഒരുപാട് കഥകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. സ്വതവേ നമ്മൾ മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥ എന്ന് പറയുന്ന സമയത്ത് വേങ്ങിൽ കുഞ്ഞിരാമൻ നായനാരെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതിനു മുമ്പും കഥകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ നമുക്ക് ആ ഒരു ചരിത്രത്തിന്റെ കൃത്യമായിട്ട് സൂക്ഷ്മമായിട്ടുള്ള വിശകലനത്തിന്റെ ഒന്നും ആവശ്യമില്ലാത്തത് കൊണ്ടും അതുപോലെ എക്സാമിന് ചോദിക്കുകയാണെങ്കിൽ അതിന് എഴുതേണ്ട ഒരു ഉത്തരവാണ് ഞാൻ ഇവിടെ ചേർത്തിട്ടുള്ളത്. വാസനാവികൃതി, വേങ്ങിൽ കുഞ്ഞിരാമൻ നായനാർ. അടുത്തത് തകഴി ശിവശങ്കര പിള്ളയാണ്. ഒരു ഓർഡറിലൊന്നും അല്ല പോകുന്നത്. അതിന് ഇപ്പൊ വാസനാവികൃതി, വേങ്ങിൽ കുഞ്ഞിരാമൻ നായനാർക്ക് ശേഷം എഴുതിയിട്ടുള്ള ഒരേ ഒരാളല്ല തകഴി എന്നുള്ളത് നമുക്കറിയാം. അതിനിടയിൽ ഒരുപാട് ചെറുകഥാകൃത്തുക്കളുണ്ട്. പക്ഷെ അതൊന്നും പെട്ടതല്ലാത്തത് കൊണ്ടാണ് ഒഴിവാക്കിയിട്ടുള്ളത്. അപ്പൊ രണ്ടാമത് നമ്മൾ നോക്കുന്നത് തകഴി ശിവശങ്കര പിള്ളയുടെയാണ്. തകഴി ശിവശങ്കര പിള്ളയുടെ പ്രധാനപ്പെട്ട കഥയാണ് വെള്ളപ്പൊക്കത്തിൽ. ഒരു പക്ഷെ നിങ്ങൾ ദൂരദർശനില് ഷോർട്ട് ഫിലിമായിട്ട് കണ്ടിട്ടുണ്ടാവും. ഒരു നായ വെള്ളപ്പൊക്കത്തിൽ പെട്ടിട്ട് ഒരു പുരയുടെ മുകളിൽ ഇരിക്കുന്നത്. അപ്പൊ ആ ഒരു ചിത്രം അത് കണ്ടിട്ടുള്ള ഒരാൾക്കാണെങ്കിൽ മനസ്സിലാവും അത് വെള്ളപ്പൊക്കത്തിൽ എന്ന് പറയുന്ന കഥയെ ബേസ് ചെയ്തുകൊണ്ട് ഉണ്ടായിട്ടുള്ള ഒരു ഷോർട്ട് ഫിലിമാണ്. തകഴിയുടെയാണ് വെള്ളപ്പൊക്കത്തിൽ. വളരെ പ്രസിദ്ധമായിട്ടുള്ള ചെറുകഥയാണ്. അടുത്ത ചെറുകഥാകാരിയാണ്. നമ്മൾ രണ്ട് ചെറുകഥാകൃത്തുക്കളെയാണ് കണ്ടത്, അല്ലെ? ചെറുകഥാകാരന്മാരെയാണ് കണ്ടത്. ഇപ്പം സ്ത്രീ ആയിട്ടുള്ള ഒരു എഴുത്തുകാരിയാണ് ലളിതാംബിക അന്തർജനം. അവരുടെ കഥയാണ് മാണിക്യൻ. മനുഷ്യനും മൃഗവും തമ്മിലുണ്ടാവുന്ന ആത്മബന്ധത്തെ കുറിച്ചുള്ളൊരു കഥയാണ് മാണിക്യൻ എന്ന് പറയുന്നത്. അടുത്തത് കാരൂർ നീലകണ്ഠപിള്ളയാണ്. അധ്യാപക കഥകൾ എഴുതിയിട്ടുള്ള ആൾ. ആ ഒരു വിശേഷണത്തിനും അർഹനാണ് കാരൂർ നീലകണ്ഠപിള്ള. ആ ഒരു കാലഘട്ടത്തിൽ അധ്യാപകർക്ക് വളരെ തുച്ഛമായിട്ടുള്ള വേതനമാണ് ലഭിച്ചിട്ടുള്ളത്. അപ്പൊ അവരുടെ ഒരു പ്രതിനിധി എന്ന നിലയിൽ അവർക്ക് ഉണ്ടാവുന്ന ദുരിതങ്ങളെ കുറിച്ചൊക്കെ ഒരുപാട് എഴുതിയത് കൊണ്ടാണ് അധ്യാപക കഥകൾ എന്ന് കാരൂരിന്റെ കഥകളെ വിശേഷിപ്പിക്കുന്നത്. അതായത് അദ്ദേഹത്തിന്റെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ, അല്ലെ അനുഭവങ്ങളാണ് കഥകളായിട്ട് മാറുന്നത്. അപ്പൊ കാരൂർ നീലകണ്ഠപിള്ളയുടെ പ്രധാനപ്പെട്ട കഥകളാണ് പൂവമ്പഴം, പൊതിച്ചോറ്, മരപ്പാവകൾ. അതിൽ പൂവമ്പഴം എന്ന് പറയുന്ന കഥ നല്ലോണം ഓർത്തു വെക്കണം. രണ്ടാളുകൾ പൂവമ്പഴം എന്ന പേരിൽ കഥകൾ എഴുതിയിട്ടുണ്ട്. ഒന്ന് കാരൂർ നീലകണ്ഠപിള്ളയാണ്, രണ്ട് ബഷീറാണ്. അപ്പൊ അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് ബഷീറിനെയാണ്. ബഷീറിന്റെ കഥയായിട്ടും പൂവമ്പഴം. അപ്പൊ പൂവമ്പഴം എന്ന പേരിൽ കഥകൾ എഴുതിയിട്ടുള്ളത് ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കാരൂർ നീലകണ്ഠപിള്ളയും ബഷീറുമാണ്. ബഷീർ എന്ന് പറയുന്ന എഴുത്തുകാരനെ കുറിച്ച് കൂടുതൽ പറയേണ്ട ഒരു ആവശ്യമില്ല. മലയാളത്തില് അല്ലെങ്കിൽ കാലേക്കൂട്ടി സഞ്ചരിച്ചിട്ടുള്ള ഒരു എഴുത്തുകാരനാണ് ബഷീർ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ കൃതികൾക്കൊക്കെ ഇന്നും അത്രത്തോളം പ്രസക്തി ഉണ്ട്. അപ്പൊ പരിസ്ഥിതിയെ കുറിച്ചൊന്നും അധികം സംസാരിക്കാത്ത ഒരു കാലഘട്ടത്തിൽ പാരിസ്ഥിതികമായിട്ടുള്ള കഥകൾ എഴുതുക. അത് മാത്രമല്ല, നമ്മൾ ബഷീറിന്റെ ഏറ്റവും വലിയ സവിശേഷതയായിട്ട് പറയുന്നത് സാധാരണക്കാരന്റെ ഭാഷയിൽ എന്ന് പറഞ്ഞാൽ വാമൊഴി അത്രത്തോളം ഉപയോഗിച്ചിട്ടുള്ള ഒരു എഴുത്തുകാരനും കൂടിയാണ് ബഷീർ എന്ന് പറയുന്നത്. അപ്പൊ ബഷീറിന്റെ അനുഭവങ്ങളാണ് അദ്ദേഹത്തിന്റെ കഥകളായിട്ട് വരുന്നത്. അങ്ങനെ എഴുതിയിട്ടുള്ള പ്രധാനപ്പെട്ട കഥകളാണ് ജന്മദിനം, പൂവമ്പഴം, ആനപ്പൂട, ഇഷപ്പ്, വിശ്വവിഖ്യാതമായ മൂക്ക്. അടുത്തത് ഉറൂബാണ്. ഉറൂബ് എന്ന് പറയുന്നത് PC കുട്ടിക്കൃഷ്ണനാണ്. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു കഥയാണ് രാച്ചിയമ്മ. ഈ രാച്ചിയമ്മ എന്ന് പറയുന്ന കഥയും ഷോർട്ട് ഫിലിമായിട്ട് വന്നിട്ടുണ്ട്. ദൂരദർശനൊക്കെ കാണുന്ന ആളുകളാണെങ്കിൽ ഇത് കണ്ടിട്ടുണ്ടാവും. അടുത്തത് സരസ്വതി അമ്മയാണ്. മലയാളത്തിലെ ശക്തമായ സ്ത്രീപക്ഷ എഴുത്തുകാരികളിൽ ഒരാളായിട്ടാണ് സരസ്വതി അമ്മയെ അടയാളപ്പെടുത്തുന്നത്. അവരുടെ മനോഹരമായിട്ടുള്ളൊരു കഥയാണ് ചോലമരങ്ങൾ. ഈ ശക്തമായിട്ടുള്ളൊരു കഥയാണ് ചോലമരങ്ങൾ എന്ന് പറയുന്നത്. അടുത്തത് MT ആണ്. MT വാസുദേവൻ നായർ. നോവലുകളും എഴുതുന്നുണ്ട്, കഥകളൊക്കെ എഴുതുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കഥകളാണ് ഇരുട്ടിന്റെ ആത്മാവ്, കുട്ടിയേടത്തി, വാനപ്രസ്ഥം തുടങ്ങിയവ. അടുത്തത് T പത്മനാഭനാണ്.
പത്മനാഭന്റെ ഈ രണ്ട് കഥകളും പ്രധാനപ്പെട്ടതാണ്. പ്രകാശം പരത്തുന്ന പെൺകുട്ടിയും ഗൗരിയും പ്രധാനപ്പെട്ട കഥകളാണ്, കൃത്യമായി പഠിച്ചു വെക്കുക. വാസ്തുഹാര CV ശ്രീരാമന്റെ കഥയാണ്. നഷ്ടപ്പെട്ട നീലാംബരി, നെയ്പ്പായസം, തണുപ്പ് മാധവിക്കുട്ടിയുടെയാണ്. അതില് നഷ്ടപ്പെട്ട നീലാംബരിയെ അടിസ്ഥാനമാക്കി ഒരു സിനിമ വന്നിട്ടുണ്ട്, മഴ എന്ന് പറയുന്ന ഒരു സിനിമ വന്നിട്ടുണ്ട്. നെയ്പ്പായസം എന്നുള്ള കഥ ഒരുവിധം എല്ലാ ആളുകളും വായിച്ചിട്ടുള്ളതായിരിക്കും. വളരെ ഹാർട്ട് ടച്ചിങ് എന്നൊക്കെ പറയാം, ഹൃദയത്തെ സ്പർശിക്കുന്ന രീതിയിലുള്ള ഒരു എഴുത്താണ് നെയ്പ്പായസം എന്ന് പറയുന്ന കഥയ്ക്കകത്തുള്ളത്. തണുപ്പ് അതുപോലെ തന്നെ മാധവിക്കുട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കഥയാണ്. അപ്പൊ ഇത് മൂന്നും ഓർത്തു വെക്കാം. മുരുകൻ എന്ന പാമ്പാട്ടി MP നാരായണപിള്ളയുടെ കഥയാണ്. രാധ മാത്രം മുകുന്ദന്റെയാണ്. നാലാമത്തെ ആണി ആനന്ദിന്റെ കഥയാണ്. ആർക്കറിയാം ഒരു നസ്രാണി യുവാവും ഗൗളിശാസ്ത്രവും. കണ്ണാടി കാൺമോളവും ഇതെല്ലാം സക്രിയയുടെയാണ്. ഇതടുത്ത പോയിന്റ് അല്ല. ചാത്തൻസ് എന്ന് പറയുന്നത് VKNന്റെ കഥകളാണ്. ഹിഗ്വിറ്റ തിരുത്ത്, അതിൽ ഹിഗ്വിറ്റ പഠിച്ചിട്ടുണ്ടാവും. NS മാധവന്റെ ഒരു കഥയാണ് ഹിഗ്വിറ്റ എന്ന് പറയുന്നത്. ഹിഗ്വിറ്റ തിരുത്ത് രണ്ടും, തിരുത്തെന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ കഥയാണ്. ഹിഗ്വിറ്റ അറിയാം, ഫുട്ബോൾ ഗോളിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് എഴുതിയിട്ടുള്ള ഒരു കഥയാണ്. NS മാധവന്റെ എഴുത്തെന്ന് പറയുന്നത് സാധാരണ എഴുത്തുകളിൽ നിന്നൊക്കെ കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഒരു എഴുത്തുകാരനാണ്. രണ്ട് കഥകൾ ഓർത്തു വെക്കുക, രണ്ടും പ്രധാനപ്പെട്ടതാണ്. കൊമാല, ബിരിയാണി, പന്തിഭോജനം സന്തോഷ് ഏച്ചിക്കാരത്തിന്റെയാണ്. കൊമാല, പന്തിഭോജനം ഇത് രണ്ടും ഏറ്റവും പ്രധാനപ്പെട്ട കഥകളാണ്, ഓർത്തു വയ്ക്കുക. ഘടികാരങ്ങൾ നിലയ്ക്കുന്ന സമയം സുഭാഷ് ചന്ദ്രന്റെയാണ്. ആവേ മരിയ KR മീരയുടെ കഥയാണ്. തൃക്കോട്ടൂർ കഥകൾ UA ഖാദറിന്റെയാണ്. റെയിൻഡിയർ ചന്ദ്രമതിയുടെയാണ്. സേതു ചേക്കുട്ടി, ആദം S ഹരീഷിന്റെ, രാമച്ചി വിനോയ് തോമസ്, വാങ്ക് ഉണ്ണിയാർ. അപ്പൊ ഏറ്റവും പുതിയ കഥകളിലാണ് ഇപ്പൊ നമ്മൾ എത്തി നിൽക്കുന്നത്. നമ്മൾ ആദ്യത്തെ ചെറുകഥയായിട്ടുള്ള വാസനാവികൃതിയിൽ നിന്ന് തുടങ്ങി വാങ്കിൽ എത്തി നിൽക്കുകയാണ്. അപ്പോഴും നമ്മൾ ആ കഥയുടെ ചരിത്രമാണ് നോക്കിയത്. കഥയുടെ ചരിത്രം എന്ന് പറഞ്ഞാൽ നീണ്ട വർഷങ്ങളാണുള്ളത്. ഒരുപാട് വർഷങ്ങൾക്കിടയിലുള്ള പ്രധാനപ്പെട്ട ചെറുകഥകളും ചെറുകഥാകൃത്തുക്കളും ആരാണെന്നുള്ളതാണ്. എല്ലാ എഴുത്തുകാരെയും ഒന്നും ഞാൻ പരിചയപ്പെടുത്തിയിട്ടുള്ളത് മനഃപൂർവ്വം തന്നെയാണ്. അതിന്റെ ആവശ്യം നിങ്ങൾക്ക് ഇല്ല എന്നുള്ളത് കൊണ്ടാണ്. എഴുത്തുകാരെ കുറിച്ച് നിങ്ങൾ അറിയേണ്ട ആവശ്യമില്ല എന്നല്ല, പക്ഷെ എക്സാമിന്റെ ഒരു ഒരു പെർസ്പെക്റ്റീവിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അത്രയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു പഠനത്തിന്റെ ഒരു ആവശ്യമില്ല എന്നതുകൊണ്ടാണ് എല്ലാ എഴുത്തുകാരെ കുറിച്ചും കൂടുതൽ പറയാത്തത്. എങ്കിലും ഈ എഴുത്തുകാരെയും അവരുടെ കൃതികളെയൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഇതൊക്കെ ബൈഹാർട്ട് ചെയ്യാന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഒരു ക്ലാസ്സിനകത്ത് നോക്കിയത് മലയാളത്തിലെ പ്രധാനപ്പെട്ട ചെറുകഥകളും ചെറുകഥാകൃത്തുക്കളുമാണ്. അപ്പൊ അത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ കവിതയുടെ ചരിത്രം നോക്കിയ സമയത്ത്, മലയാള സാഹിത്യത്തിന്റെ ആദ്യ കാലഘട്ടത്തേക്ക് നോക്കിയ സമയത്ത് ഞാൻ പറഞ്ഞത് തന്നെയാണ്. പോയിന്റ്സ് ആയിട്ടാണ് നമ്മൾ എഴുതി വെച്ചിട്ടുള്ളത്. അപ്പൊ അതിൽ അത് ആരാണ് എഴുതിയത്, ആ കൃതി ഏതാണെന്നുള്ളത് കാണാതെ പഠിച്ചു വെക്കുക. ഏകദേശം ചെറുകഥയുടെ ഒരു രൂപം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.